ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ചേച്ചിമാർ പ്രതികരിച്ചു തുടങ്ങി. ആദ്യം ജാസ്മിൻ ജാഫർ പ്രതികരിച്ചത് ബെസ്റ്റ് ഫീലിംഗ് എവർ ഈസ് റിയലൈസിങ് യു ഡോണ്ട് കെയർ എനിവൺ. അതായത് ഏറ്റവും മികച്ച ഫീലിംഗ് എന്ന് പറയുന്നത് ഞാൻ ഒരുത്തിന് മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സ്ത്രീകളാണെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി പോലെ പോന്നോട്ടെ, വരുമാനം വന്നോട്ടെ, പൈസ കയറിക്കോട്ടെ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള രീതിയിലേക്കൊക്കെ മാറുന്നത്. അതെന്തെങ്കിലും ആട്ടെ, നമുക്കതിലും ബാക്കിയാക്കാം. അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് 4 പ്രൊമോഷണൽ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വലം നോക്കേണ്ട, ആ സബ്സ്ക്രൈബ് ബട്ടനെ നോക്കി കണ്ടുപിടിച്ചിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻറ്റ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയം കമൻറ്റ് ആയിട്ട് ഇടുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും. ഇതിപ്പോൾ നമ്മുടെ തുടക്ക സമയമാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരോടെല്ലാം നമുക്ക് പ്രത്യേകമായ ഒരു കടപ്പാടുണ്ടാകുന്നതാണ്. ഇപ്പോഴെല്ലാം മുന്നോട്ടുണ്ടാവും. ഇപ്പം നിൽക്കുന്നവരോട് ഒരു പ്രത്യേക കടപ്പാടുണ്ടാവും. ആ കടപ്പാട് നിങ്ങൾ എൻ്റെ അത് മേടിച്ചില്ലെങ്കിൽ ഞാൻ കിടപ്പാട് എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ റീച്ച് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ആത്മാർത്ഥമായി സഹകരിക്കുക, സഹായിക്കുക. അപ്പോൾ കൂടുതൽ ലേഖടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആപ്പ് ആണല്ലോ 2 ദിവസം കൊണ്ട് ഈ ഓൺലൈനിൽ മൊത്തം കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ആപ്പ്. ആ ആപ്പിൻ്റെ ഏതായാലും ഒരു വിജയം തന്നെയാണിത്. അവർക്ക് ഒരുപാട് ഡേറ്റിംഗ് ആപ്പ് നമ്മുടെ സൊസൈറ്റിയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്, നമ്മുടെ പ്ലേ സ്റ്റോറിൽ കറങ്ങുന്നുണ്ട്. അതിനകത്തുനിന്ന് ഫ്രണ്ട് ആപ്പ് മാത്രം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവർ ഈ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ചൂസ് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് വളരെയധികം സക്സസ്ഫുള്ളായി, അല്ലെങ്കിൽ ആ ആപ്പ് വളരെയധികം ആളുകളിലേക്ക് എത്തിച്ചേർന്നു. ഇങ്ങനെ ആപ്പിൻ്റെ പേര് പോസിറ്റീവോ നെഗറ്റീവോ ആളുകളിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ തൽപര കക്ഷികൾ അതിലേക്ക് പോകും, തൽപരമില്ലാത്ത കക്ഷികൾ അതിലേക്ക് പോവില്ല. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. നമ്മൾ ലൈവ് ബട്ടന് കൊടുത്തേക്കാം. ഇനി ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. അത് ഒരു ആപ്ലിക്കേഷനാണ്, അത് ശരിക്കും ഒരു ആപ്പുമാണ്. ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പണം നൽകണം, പെണ്ണുങ്ങൾക്ക് ഇത് സൗജന്യമായിരിക്കും. അപ്പോൾ പുരുഷന്മാർ രീതിയിൽ കയറിയിട്ട് സ്ത്രീകളുമായിട്ട് സംസാരിക്കാം. എത്ര നേരം സംസാരിക്കുന്നോ അതിനനുസരിച്ച് പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണം പൊയ്ക്കൊണ്ടേയിരിക്കും. അതിൽ നിന്നൊരു പങ്ക് സ്ത്രീകൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് സ്ത്രീകളെല്ലാം കൂടി ഇതിനകത്തോട്ട് വരിക, അവർക്കെല്ലാം സൗജന്യമാണ്. സ്ത്രീകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാർ വരുമല്ലോ, ക്വൈറ്റ് നാച്ചുറൽ. അങ്ങനെ വന്നിട്ട് സംസാരിച്ച് സ്ത്രീകൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ആപ്പാണ്. അപ്പോൾ പുരുഷന്മാരെ കൂടുതൽ നേരം ഇതിനകത്ത് പിടിച്ചിരുത്താൻ വേണ്ടി ഈ ആപ്പിനകത്ത് ചില പല കുൽസിത സംസാരങ്ങളും വീഡിയോ കോളുകളൊക്കെയാണ് നടക്കുന്നത്. ഇത് വരും തലമുറയെ തളർത്തും, അല്ലെങ്കിൽ അവരുടെ ഒരു ലവ്, കെയർ, അഫെക്ഷൻ എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വത്തെ നശിപ്പിച്ച് ഒരു ദ്വയാർത്ഥം നിറഞ്ഞ കാര്യങ്ങളിലേക്കും ഇവരുടെ ചിന്താഗതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നതിനെ തുടർന്നിട്ടാണ് ഒരുപാട് പേര് ഇതിനെ എതിർത്തത്. അപ്പോൾ ഈ ഒരു വിഷയത്തിന്, ഈ ഒരു ആപ്പിന് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് അവകാശപ്പെടുന്ന കുറേ മരഭൂതങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര്, 1-2 എണ്ണിപ്പറഞ്ഞ ഒരുപാട് പേര്. ജാസ്മിൻ ജാഫർ, തനി മലയാളി, ജസ്ന, നിവേദിത നന്ദനച്ചിൻ്റെ പേര്, ഇങ്ങനെ കണ്ട അണ്ടനും അടവോടനും എല്ലാം ഇതിനെടുത്തിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രൊമോട്ട് ചെയ്തവർക്ക് ഈ ആപ്പിനകത്തെ പ്രശ്നം ഇതാണോ എന്ന് അറിയാമോ എന്ന് നമുക്കറിയാമോ എന്ന് അവർക്കറിയാമോ എന്ന് നമുക്കറിയത്തില്ല. ബേസിക്കലി ഈ ടാങ്കോ ആപ്പുമായിട്ട് അതും ഇതുപോലത്തെ തന്നെ ഒരു സാധനമാണ്. ഈ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിൻ ഒരുപാട് വിവാദങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജാസ്മിനെ നമ്മൾ വിട്ട്, ജാസ്മിൻ നമ്മൾ എഴുതി തള്ളി. ബാക്കിയുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ആപ്പിനെ ഇവരെല്ലാം പ്രൊമോട്ട് ചെയ്യുകയും ഈ സാധനം ഉപയോഗിച്ചവരെല്ലാം ഇത്തരത്തിലുള്ള മോശകരമായ സംസാരമാണ് നടക്കുന്ന പന്നക്കാര്യങ്ങളാണ്, മൊത്തം ഇച്ചിച്ചി സാധനങ്ങളാണ് അതിനകത്തു നിന്നുള്ള കാര്യം പുറമേ വന്നപ്പോഴത്തേനും ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ചേച്ചിമാർ പ്രതികരിച്ചു തുടങ്ങി. ആദ്യം ജാസ്മിൻ ജാഫർ പ്രതികരിച്ചത് ബെസ്റ്റ് ഫീലിംഗ് എവർ ഈസ് റിയലൈസിങ് യു ഡോണ്ട് കെയർ എനിവൺ. അതായത് ഏറ്റവും മികച്ച ഫീലിംഗ് എന്ന് പറയുന്നത് ഞാൻ ഒരുത്തിന് മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് അവർ സമൂഹത്തിന് ഗുണമല്ല എന്ന് സമൂഹത്തിലെ മെജോറിറ്റി ആളുകളും ചിന്തിക്കുന്നൊരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെതിരെയുള്ള എതിർപ്പ് വരുന്നൊരു സാഹചര്യത്തിൽ അവർ ആ എതിർപ്പിനെ പോയി തരത്തിപ്പ് കളിക്കട ആ ഒരു സാധനത്തിലോട്ടാണ് അവരതിനെ സംസാരിച്ചത്. ബേസിക്കലി നീയൊക്കെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ കാശ് വാങ്ങും, ഞാൻ സാധനം ചെയ്യും, എനിക്കങ്ങനെ എത്തിക്സും വാങ്ങാണ്ടി ഒന്നും ഇല്ല എന്നാണ് പുള്ളിക്കാരി ഇതിലൂടെ
പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ സ്റ്റോറി നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണില്ല, ഇത് ഇന്നലെയാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. ഇനി നമ്മളിതിനകത്ത് വരുമ്പോഴത്തേനും എല്ലാവരും ഈ ഒരു തരത്തിലല്ല പ്രതികരിച്ചത്. തനിമലയാളി ചാനലിലെ അവർ ഈ ചെയ്ത സാധനം തെറ്റാണെന്ന് തിരിച്ചറിയുകയും അവർ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ബോധമില്ലാത്ത, വിവരമില്ലാത്ത, പൊക്കണമില്ലാത്ത ചേട്ടന്മാർക്ക് നല്ല രീതിയിലുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കണ്ടു തുടങ്ങാം. ഒരു ആപ്പ് പ്രൊമോഷന് വേണ്ടി കോൺടാക്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ ബ്രാഞ്ചിനായിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. അവരവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ലേറ്റർ ഞാൻ ആപ്പ് ഉപയോഗിച്ചു. ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വെൽ ക്ലിയർ ആയിരുന്നു അതൊരു സോഷ്യലൈസിങ് കം ഒരു ഡേറ്റിംഗ് ആപ്പ് ആണെന്നുള്ളത്. അതായത് ഇവർ പറയുന്നത് ഇവർ നോർമലി കാണുന്ന അണ്ടനും അടവോടനും എടുക്കുന്ന പോലത്തെ പ്രൊമോഷൻസ് എടുക്കില്ല. ഇവരൊരു പ്രൊമോഷൻ എടുക്കുമ്പോഴത്തേനും ഇപ്പോൾ ഒരു ആപ്ലിക്കേഷനെ വരുന്നതെങ്കിൽ ആ ആപ്ലിക്കേഷനിലുള്ള ആളുമായിട്ടൊരു സംസാരം ഉണ്ടാവും. ആ ആൾ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. ആ ആപ്പിനെ അതിനുശേഷം ഇവർ ഉപയോഗിച്ച് നോക്കും. അതിനുശേഷം അത് ഓക്കെ ആണെങ്കിലാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. 1.5 വർഷം മുമ്പ്, 1 വർഷം മുമ്പ് എന്താണ് ഇവർക്ക് ഈ പ്രൊമോഷൻ വരുന്നത്. ആ സമയത്ത് ഇവർ ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേനും അത് ഈ പറഞ്ഞ ഡേറ്റിംഗ് കം സോഷ്യൽ ആപ്പാണ്. അതിനകത്ത് വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അത് കണ്ട് ബോധ്യപ്പെട്ടതിനാലാണ് ഇവർ അന്ന് ആ പ്രൊമോഷൻ എടുത്തത്. ഇവർ മൊത്തം 4 തവണ ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രൊമോട്ട് ചെയ്ത ആപ്പാണ് ഇപ്പോൾ ആപ്പായിട്ട് വന്നിരുന്നതും ഇത്രയധികം ഹേറ്റേഴ്സ് ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടായതും. ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്തപ്പോഴത്തേനും ഇവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് പലതരത്തിലുള്ള ചീത്തവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇവർക്ക് പലരും ഇതിനെതിരെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അയക്കുകയുണ്ടായി. പലരും അവരുടെ വിയോജിപ്പ് അറിയിച്ചു. അതിനെ തുടർന്നിട്ടാണ് ഇവർ ഈ ആപ്പിനെ കുറിച്ച് പഠിക്കുന്നത്. ഇതിനകത്ത് ഇത്തരത്തിലുള്ള കുത്സിതങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തുടക്ക സമയത്തുണ്ടായിരുന്ന പോലത്തെ നല്ല കുട്ടികളല്ല ഇപ്പം അതിനകത്ത്, നല്ല അടി കിട്ടാത്ത കുട്ടികളാണ് അതിനകത്തെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നമുക്ക് ബാക്കി കേൾക്കാം. മുന്നത്തെ എൻ്റെ വീഡിയോസിലും ഡേറ്റിങ്ങും റിലേഷൻഷിപ്പും ബ്രേക്കപ്പും അത് റെഡിയാവുന്നില്ലെങ്കിൽ പുതിയൊരു ഡേറ്റിംഗ് ഫേസിലോട്ട് എൻ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പിൽ വർക്കായിട്ടില്ലെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രണയം പോയി നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നല്ലത് മറ്റൊരെണ്ണത്തിലേക്ക് മൂവ് ഓൺ ചെയ്യുക. നമ്മുടെ ലൈഫ് എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്യുക. പക്ഷേ ഈ ആപ്പ് ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് വന്നതിലുപരി ഇതിനെ ഒരു മോശം ചിത്രീകരണമാണ് ഇതിന് കിട്ടിയത്. ബേസിക്കലി സ്ത്രീകളെ കാണിച്ച് പുരുഷന്മാരുടെ പണം എടുത്ത് പുരുഷന്മാർ ആ പണം കൊടുത്ത് ഈ സ്ത്രീകളെ വിലയ്ക്ക് മേടിക്കുന്ന ഒരു ബാറ്റർ സിസ്റ്റം, അഥവാ കാശ് കൊടുത്ത് സ്ത്രീകളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ സ്ത്രീകളെ വാങ്ങുന്നു എന്നൊരു തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ആശയം നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഇത് ഈ ആപ്പിൻ്റെ തെറ്റല്ല, ഉപയോഗിക്കുന്ന നമ്മുടെ തെറ്റാണ്. ആപ്പിൻ്റെ ആശയം അതാണെങ്കിലും നമ്മൾ ആൾക്കാരൊക്കെ നല്ലതാണെങ്കിൽ അതിനകത്ത് ഞങ്ങളിങ്ങനെ കുൽസിതം സംസാരിക്കില്ലെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ സ്ത്രീകളാണെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി പോലെ പോന്നോട്ടെ, വരുമാനം വന്നോട്ടെ, പൈസ കയറിക്കോട്ടെ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള രീതിയിലേക്കൊക്കെ മാറുന്നത്. അതെന്തെങ്കിലും ആട്ടെ, നമുക്കതിലും ബാക്കിയേക്കാം. അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫീച്ചേഴ്സൊന്നും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ആ ആപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിപ്പോഴല്ല, അന്നത്തെ കാര്യമാണ് പറയുന്നത്. ഏതായാലും ഇവർ ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഇവർ ഈ പ്രൊമോഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ സാധനം ഉപയോഗിച്ച് നോക്കി ഇതിൻ്റെ ഫീച്ചേഴ്സ് അറിഞ്ഞു, ഇത് ഉപയോഗിച്ച് കുഴപ്പമില്ലെന്ന് അറിഞ്ഞിട്ടാണ് പ്രൊമോട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് സ്വന്തമായിട്ട് വിശ്വസിക്കുന്ന പല ആളുകളും ചെയ്യുന്നത് ഇതൊന്നുമല്ല. ഒരു പ്രൊമോഷൻ വരുന്നു, സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുന്നു, സെറ്റപ്പ് സ്ക്രിപ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നു, സെറ്റ് സാധനം തീർന്നു, പൈസ ആ ഒരു സാധനമാണ് ഇന്ന് പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രൊമോട്ട് ചെയ്ത പല ആളുകളും ഈ ആപ്പ് എന്താണ് എന്നൊന്ന് നോക്കിയിരുന്നെങ്കിൽ, ഇതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അതറിഞ്ഞിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. അതറിയാതെ പ്രൊമോട്ട് ചെയ്താണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സിനോട് കാണിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് ഇവിടെ പലരും കാണിക്കുന്നത്. ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും പ്രതികരിച്ച് വന്നത് ഒരാളാണ്. 50 പേര് പ്രൊമോഷൻ നടത്തിയെങ്കിൽ ഒരാളാണ് ഇതിനെതിരെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് ഏറ്റു പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചത്. അതിന് ഇവരെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് 4 പ്രൊമോഷണൽ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ ഈ ആപ്പിന് അഗെയിൻസ്റ്റ് വലിയൊരു എലിഗേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ഞാൻ വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തും ഏതൊരു ആപ്പിനും, ഏതൊരു ഡേറ്റിംഗ് ആപ്പിനും അല്ലെങ്കിൽ ഏതൊരു സ്ട്രേഞ്ചേഴ്സിനെ ഓൺലൈൻ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പിനും വരാൻ സാധ്യതയുള്ള കുറെ പ്രശ്നങ്ങളാണ് ഈ ഒരു ആപ്പിൽ എന്റെ പെർസ്പെക്റ്റീവിൽ ഞാനന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു എയർബിഎൻബി നമ്മൾ എടുക്കുകയാണെങ്കിലും എങ്ങനെയാണ് അവിടെ വരുന്ന ആള് ആ ഒരു എയർബിഎൻബി ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ അന്ന് അതിനെ നോക്കിക്കണ്ടത്. ബേസിക്കലി ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ, അവിടെ അത് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളെ അനുസരിച്ചിട്ടായിരിക്കും ആ പ്രോഡക്റ്റ് എങ്ങനെ മാറണമെന്ന് ചിന്തിക്കുന്നത്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പണ്ട്
മറ്റേ ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനുള്ള സാധനമായിരുന്നു. പിന്നീട് ടിക്ടോക്ക് പോയപ്പോഴത്തേനും അത് റീൽസായിട്ട് മാറി. ഇപ്പോൾ ടിക്ടോക്ക് പോലത്തെ ഒരു സാധനമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ടാണ് ഇത് മാറുന്നത്. അപ്പോൾ അതിനകത്ത് വന്ന ആളുകളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. ആപ്പിൻ്റെ പ്രശ്നമുണ്ട്. അവരുടെ ഉദ്ദേശം അതൊക്കെ തന്നെ ആയിരുന്നു. അതങ്ങ് സക്സസ് ആയെന്നാണ് നിസ്സാരമായിട്ട് നമ്മൾ പറയുന്നത്. ബാക്കി പറ. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഞാൻ 100% മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. അതിന്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത 4 കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുകയാണ്. അതിന്റെ ഒപ്പം തന്നെ ഫർദർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ പറയുന്നു. തനി മലയാളി എന്ന് പറയുന്നത് ഒരു NRI ഇതിനകത്ത് ബേസിക്കലി ഈ ആപ്പിനെതിരെ നമുക്ക് എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. ഈ ആപ്പ് എന്തോ ഒരു ആപ്പ് ആയിക്കോട്ടെ. പക്ഷേ ഇതാണ് ഇതിനകത്ത് നടക്കുന്ന സാധനങ്ങളും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇന്നലെ ദൃശ്യയുടെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോഴത്തേനും ഇത് സേഫാണ്, ഇത് 100% സേഫാണ്, സെക്യൂർഡ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേനും യുവതലമുറയുടെ ഇത്തരത്തിലുള്ള, അതായത് സെക്ഷൽ വികാരങ്ങളെ പിഴുതെടുക്കുന്ന അല്ലെങ്കിൽ ചൂഴ്ന്നെടുക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ഇവർ മൊത്തം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്കുള്ളിലുള്ള അത്തരത്തിലുള്ള വികാരങ്ങളെ ബൂസ്റ്റ് ചെയ്യുകയും ഇപ്പം തന്നെ അമ്മയോടും പെങ്ങളോടും കണ്ടാൽ തിരിച്ചറിയാത്ത കുറേ മരഭൂതങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അങ്ങനെയുള്ള ആളുകളോട് ഈ സെക്സ് എന്നൊരു സാധനം കുത്തിവെച്ച് അത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വസ്തുവാണ് എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ആപ്പുകളും കാര്യങ്ങളും എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്കിതിന് എതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ആപ്പ് ഇന്ത്യയിൽ ലീഗലാണ്, ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഇത് ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. ഡേറ്റിംഗ് ആപ്പ് ഒന്നും ഇന്ത്യയിൽ ബാൻഡ് അല്ല. അതുകൊണ്ട് ഇതിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ധാർമ്മിക ബോധം, ധാർമ്മിക ഉത്തരവാദിത്തത്തോടെ ഈ സാധനങ്ങളെല്ലാം വേണ്ടാന്ന് വെക്കുകയുള്ളൂ. ഏതായാലും ഈ തനിമലയാളിയെ നമ്മൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം അവർ ചെയ്ത തെറ്റിനെ അവർ റിയലൈസ് ചെയ്യുകയും അവർ ഇനിയും ഞാൻ ആപ്പിൻ്റെ പ്രൊമോഷൻ എടുക്കില്ലെന്ന് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇവർ ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ വീണ്ടും കോൺടാക്റ്റ് ചെയ്ത സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അവർ കോൺടാക്ട് ചെയ്ത് ഇവരത് പഠിക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം പ്രത്യേകമായി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം എന്ത് സംഭവിച്ചാലും ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്ന് മാത്രം ചിന്തിക്കുന്ന ജാസ്മിനെ പോലുള്ള ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് നീയൊക്കെ എന്തും പറഞ്ഞു, ഐ ഡോണ്ട് കെയർ, ഞാൻ ഇനിയും പൈസ മേടിക്കും, സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ ഫോളോ ചെയ്യുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ കാണുന്ന ആൾക്കാരോട് അവർ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കിട്ടിയാൽ നിന്നെ എല്ലാം ഞാൻ പെറുക്കി വിൽക്കും എന്നൊരു സാധനമാണ്. നിങ്ങളെ ഫോളോ ചെയ്യുന്നവരോട്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് നിങ്ങളൊരു ഉത്തരവാദിത്തം കാണിക്കണം. അവർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും അവർ ഫോളോ ചെയ്യുന്നുണ്ടും അവർ കുറേ ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നിലനിന്ന് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഈ കാണുന്ന വ്യൂവേഴ്സ് നീ ഉടായിപ്പാണ്, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല. എന്ത് മാങ്ങാത്തൊലി കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ കുറേ ബോധമില്ലാത്ത, വിവരമില്ലാത്ത, തലച്ചോറില്ലാത്ത കുറേ എണ്ണം ഉള്ളിടത്തോളം കാലം ഇവർക്കെല്ലാം നിലനിൽപ്പുണ്ട്. ഇത് ഒരാളെ ജാസ്മിനെ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാ എണ്ണത്തിനും. ഇതിപ്പോൾ ഇത്രയും എതിർപ്പ് വന്നപ്പോഴത്തേനും ഈ സകല ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കുന്ന എല്ലാ എണ്ണത്തിനും മനസ്സിലായിട്ടുണ്ട് ഇതൊരു ഉടായ്പ സാധനമാണെന്ന്. എന്നാലും ഞാൻ പ്രൊമോട്ട് ചെയ്യും, എനിക്ക് പൈസ കിട്ടിയല്ലോ, നീയൊക്കെ എതിരെ പോയി ചാവുക, നിൻ്റെയൊക്കെ പൈസ എങ്ങോട്ടെങ്കിലും കളാം. ധാർമ്മിക ഉത്തരവാദിത്തം എന്ത്? നാളെ നിങ്ങളുടെ, ഞാൻ പറയാൻ പാടില്ല, മക്കൾ ഇതുപോലത്തെ വിഷയങ്ങളിലെല്ലാം പോയി വീഴുമ്പോൾ, പ്രൊമോട്ട് ചെയ്യുമ്പോഴല്ല, ഇത്തരം ആപ്പുകളിൽ പോയി വീണ് പണം കളയുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൺമക്കളാണ് ഉണ്ടാകുന്നെങ്കിൽ ഇങ്ങനത്തെ ആപ്പിനകത്ത് തുണി ഉരിഞ്ഞ് കാണിക്കുകയോ ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് കൊള്ളത്തുള്ളൂ. അതിനുള്ള ഒരു വഴിയാണ് നിങ്ങൾ വെട്ടിക്കൊടുക്കുന്നത്. അതായത് വരും തലമുറ നശിക്കാനുള്ളൊരു മാർഗം വെട്ടിത്തെളിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. ഇനി ഇത് ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സും ഇനി ഇതിൻ്റെ പ്രൊമോഷൻ വരുന്ന ആളുകളും ചിന്തിക്കുക, നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റായ സാധനമാണ്. ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡേറ്റിംഗ് ആപ്പുകൾ ഈ 1 രൂപയ്ക്ക് സംസാരിക്കാം, 9 രൂപയ്ക്ക് സംസാരിക്കാം, ഈ സാധനങ്ങളെല്ലാം മാക്സിമം പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫോളോവേഴ്സിനോട്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട്, നിങ്ങളെ കാണുന്ന വ്യൂവേഴ്സിനോട് നിങ്ങൾക്കൊരു കടപ്പാട് തീർച്ചയായിട്ടും ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുക. അവരെ വിൽപ്പനച്ചരക്കാക്കി എടുത്ത് വിൽക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇവർ ഈ തനിമലയാളി ഒരു തവണ പോലും ഈ ആപ്പ് ഏത് ആപ്പെന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു പർട്ടിക്കുലർ ആപ്പ്, ദാറ്റ് ആപ്പ്, ആ ഒരു ആപ്പിനെ കുറിച്ച് അത് ഏത് ആപ്പാണെന്നും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ നല്ല കാര്യമായിരിക്കും. മേ ബി ആ പേരിനെയും പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാത്ത, അല്ലെങ്കിൽ പ്രൊമോഷൻ എടുത്ത സ്ഥിതിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. എന്നിരുന്നാലും അതിൻ്റെ പേരോട്, കാരണം നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അറിയാത്തവർ ഇങ്ങനെ വന്ന് കാണുമ്പോഴത്തേനും അവരത് തപ്പിപ്പോയിട്ട് അതെന്താണെന്ന് നോക്കിയിട്ട് അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാകും, അവർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഏത് ആപ്പാണെന്നും കൂടെ പറയായിരുന്നു. എന്നിരുന്നാലും ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. സഭ്യമായ ഭാഷയിൽ മാത്രം മറ്റു വീഡിയോ കാണുന്നവരെ ബൈ.